സുഹൃത്തുക്കളെ, ഇതാ ഒരു കമൻറ്റ്. ഇങ്ങനത്തെ കമൻറ്റൊക്കെ വരാൻ കാരണം എന്താ അറിയോ? ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമമുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ള മതക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴത്തൊന്നും പോയിട്ട് സുഡാപ്പിന്നോ തീവ്രവാദിന്നോ അല്ലെങ്കിൽ എന്താ പറയുക മലദൂരത്തിൽ ഗോൾഡ് കടത്തതൊന്നും വരില്ല. നമ്മളെപ്പോലുള്ള മുസ്ലിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ ഇവന്മാർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ഇവനക്ക് ഇങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം എന്താ അറിയോ? ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്താണെന്നറിയോ? അതായത് ഇവൻ ചെറുപ്പത്തിൽ ഒരു 13 വയസ്സുള്ളപ്പോൾ ഇവൻ്റെ അച്ഛൻ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. അപ്പോൾ ഇവൻ ഒരു സമ്പന്നരായ ഒരു മുസ്ലിം യുവാവിൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം കളിച്ചിട്ടിരിക്കുമ്പോൾ ആ കൂട്ടുകാരനോട് ചോദിച്ചു, നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയെന്ന്, നിൻ്റെ ഉപ്പ. അപ്പോൾ ആ മകൻ പറഞ്ഞു, എൻ്റെ ഉപ്പ പെട്ടി വഴി കൂടെ ഗോൾഡ് കൊണ്ടുവരുന്നുണ്ട്, അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നത്? ഇവൻ ചെറുപ്പമാണല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ, എനിക്കങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റുമല്ലോ, പക്ഷേ നിൻ്റെ പെട്ടി ഇത്തിരി വലുത് വേണമെന്ന്. ഇവൻ ചെറുതല്ല, അപ്പോൾ നിൻ്റെ പെട്ടി ചെറുതല്ല, അപ്പോൾ നിറയെ ഗോൾഡ് കൊണ്ടുവരാൻ പറ്റില്ല. നിറയെ ഗോൾഡ് കൊണ്ടുവരണമെങ്കിൽ വലിയ പെട്ടി വേണം പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് ഇവ പറയാം, എൻ്റെ അച്ഛൻ്റെ പെട്ടി വലുതാണ്, അതിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതിലിഷ്ടം പോലെ കൊണ്ടുവരാം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നിൻ്റെ അച്ഛനോട് പോയി പറ, എൻ്റെ അച്ഛനെ സമ്മതമാണെങ്കിൽ ഞാൻ എൻ്റെ ഉപ്പാനോട് പറഞ്ഞിട്ട് അത് ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവൻ അവൻ്റെ അച്ഛൻ്റെ പോയി. അവൻ്റെ അച്ഛനെ പോയിട്ട്, ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ ഉപ്പ വലിയ പണക്കാരനാണ്, പെട്ടി വഴി കൂടെ ഗോൾഡ് കൊണ്ടുവന്നിട്ടാണെന്ന്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണോ മോനെ, ഒരു കാര്യം ചെയ്യും, എൻ്റെ പെട്ടി വലുതാണ്, ഞാനും കൊണ്ടുവരാമെന്ന്. ഓക്കെ, എന്നാൽ രണ്ടാളും ഇവിടെ ചേർന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഇവൻ്റെ ഉപ്പാനെ വിളിച്ചു. ഈ മോൻ്റെ ഉപ്പാൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവൻ്റെ ഉപ്പ പറഞ്ഞു, ശരി, നിങ്ങളുടെ പെട്ടി വലുതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗോൾഡ് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കാര്യം ചെയ്യും, നമ്മുടെ കേരള സർക്കാർ മുഖ്യമന്ത്രി, ഇപ്പം നമുക്ക് അമല് പറഞ്ഞതല്ലോ, മുഖ്യമന്ത്രിയാണല്ലോ ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ചീട്ട് തരാം, അതിൽ കൊണ്ട് കൊടുത്തു പറഞ്ഞു. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ പെട്ടിയുമായിട്ട് നേരെ പോയി എവിടേക്ക്, മുഖ്യമന്ത്രി ഓഫീസിൽ പോയിട്ട് ഈ ചീട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഗോൾഡ് കൊണ്ടുവരാൻ തീരുമാനിച്ച എൻ്റെ പെട്ടി വഴി കൂടെ, അപ്പോൾ നിങ്ങൾ അതിനൊരു അംഗീകാരം തരണം. അപ്പോൾ കേരള സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു, ഇല്ല, എയർപോർട്ടൊക്കെ ഞങ്ങളുടെ അണ്ടറിലല്ല, ഇത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണമാണ്. കാരണം കേന്ദ്രമാണല്ലോ അവിടെയെല്ലാം കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കേന്ദ്രത്തിലെ വകുപ്പിൽ പോയിക്കോളൂ, അതായത് മന്ത്രിമാരും അല്ലെങ്കിൽ അവിടുത്തെ ഇതിലേക്ക് പോയിക്കോളൂ, എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രൂവലൊക്കെ കിട്ടും എന്ന് പറഞ്ഞു പെട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം വലിയ ആൾക്കാരാണല്ലോ. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, കേന്ദ്രത്തിലേക്ക് പോയിട്ട്, ഇങ്ങനെ എൻ്റെ പെട്ടി വലുതാണ്, എനിക്കിങ്ങനെ ഗോൾഡ് കൊണ്ടുവരാൻ പറ്റും, എത്ര വേണമെങ്കിലും ഇന്ത്യയുടെ വികസനത്തിലേക്ക് ഞാനൊരു പങ്കാളിയാകാൻ കഴിയും, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ പെട്ടി വഴി കൂടെ ഗോൾഡ് കൊണ്ടുവരാൻ ഒരു അനുവാദം തരണമെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്ത്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, പെട്ടിയുമായിട്ട് നേരെ ദുബായിലേക്ക് പോയിട്ട് കുറേ ഗോൾഡ് അങ്ങ് അടിച്ച് കയറ്റി കൊണ്ടുവന്നിട്ട് ഇവൻ മുണ്ടാണല്ലോ കൊടുക്കൽ കൂടുതൽ. അപ്പോൾ ഇവൻ മുണ്ടങ്ങോട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് എയർപോർട്ടിൽ കൂടെ വന്നപ്പോൾ ഈ ഗോൾഡ് ഇങ്ങനെ എന്താ പറയുക, ഗോൾഡൻ കളറല്ലേ, അതിങ്ങനെ തിളങ്ങുമല്ലോ. അപ്പോൾ അതിങ്ങനെ തിളക്കി താഴത്ത് കൂടെ. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട്, എന്താ അവൻ്റെ ബാക്കിലൊരു തിളക്കം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒറ്റപ്പെടുത്ത പിടിച്ച്, എന്താ നിൻ്റെ പുറകെ ഒരു തിളക്കം എന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ട് സ്കാനിങ് എടുത്തപ്പോഴല്ലോ ഇവിടെ ഇങ്ങനെ ഗോൾഡുകൾ ഇങ്ങനെ എന്താ പറയുക, ബിസ്ക്കറ്റ് ഇങ്ങനെ കിടക്കുക അവൻ്റെ പെട്ടീൻ്റെ അകത്ത്. അങ്ങനെ എന്ത് ചെയ്തു, ഇവനെ പിടിച്ചിട്ട്, അപ്പോൾ അവൻ പറഞ്ഞു, ഞാനില്ല, ഞാൻ കേന്ദ്രത്തിൻ്റെ ആളാണ്, എന്നെ വിടണം. അങ്ങനെ നടത്തും. ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ലല്ലോ കേന്ദ്രത്തിൻ്റെ ആളാണതോ കേരളത്തിൻ്റെ ആളാണതോ. എടാ, നീ കൊണ്ടുവന്നില്ല പെട്ടി വഴി കൂടെ ഈ ഗോൾഡ്, അതുകൊണ്ട് ഇനി നിനക്ക് വർത്താനമൊന്നുമില്ല, അങ്ങ് പോയിക്കോ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല നാലെണ്ണം കൊടുത്തിട്ട് കൊണ്ടുപോയി ഉള്ളിലിട്ട്. അതോടുകൂടി ഇവനക്ക് വന്നതാണ് ഈ മുസ്ലിങ്ങളോടുള്ള ഈ വെറുപ്പ്. പിന്നെ എവിടെ മുസ്ലിങ്ങൾ വീഡിയോ ചെയ്യുന്നത് കണ്ടാലും അപ്പം അവനക്ക് പഴയ അവൻ്റെ അച്ഛനെ കൊണ്ടതിൽ കുരിച്ച് നിർത്തി കുത്തിയ എന്താ പറയുക, പെട്ടി വഴി കൂടെ ഗോൾഡ് കടത്തിയ ആ ഒരു ഓർമ്മ വന്നിട്ട് ഇവര് വീഡിയോ കണ്ടാലും അതിൻ്റെ താഴത്ത് പോയിട്ട് പറയും, മലദ്വാരത്തിലൂടെ ഗോൾഡ് കടത്തിയവർ. അതാണ് ഇപ്പം നിങ്ങൾ ഈ കമൻറ്റിലൂടെ കണ്ടത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവനെ പോലെയുള്ള വിഷജന്തുക്കളെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം പറയുക. തീർച്ചയായിട്ടും ഇതേപോലെ കമൻറ്റ് അടിക്കുന്ന ആൾക്കാർ ഇനി നമ്മൾ ഇതേപോലെ കൊണ്ടുവരുന്നതാണ്, നമുക്കൊരു കണ്ടൻറ്റുമായി ഇല്ലേ, അവരെ നമ്മളൊന്ന് ഫേമസ് ആക്കി വിട്ടളയാ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയുക.